പിണറായി വിജയൻ മകൾ വീണ വിജയനിട്ട് 8ന്റെ പണി കൊടുത്തു. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തിരിച്ച് ഇഡിയുടെ ഓഫീസിൽ വെച്ച് മകൾ വീണ വിജയൻ അച്ഛനായ പിണറായി വിജയനിട്ട് നല്ല യമണ്ടൻ പണിയാണ് കൊടുത്തത്. ഇനിയിപ്പോൾ പിണറായി വിജയനെ നേരെ കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്താനാണ് ഇഡിയുടെ ഒരു നിർണായകമായ നീക്കം. മിക്കവാറും അച്ഛനും മകളും കൂടെ ജയിലിൽ കിടക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് മാസപ്പടി കേസിൽ അന്വേഷണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്കും കുടുംബത്തിലേക്കും നീങ്ങുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇഡി കൊച്ചി സോണൽ ഓഫീസിൽ 9 മണിക്കൂറോളം വീണയെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ വീണ പറഞ്ഞ ചില കാര്യങ്ങൾ പിണറായിക്ക് കുരുക്കായി എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. CMRL എസ്ലാലോജിക്കൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തനിക്ക് മനസ്സറിവില്ല എന്നാണ് വീണ ഇഡിയോട് പറഞ്ഞത്. എങ്കിൽ ആരാണ് ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വീണയുടെ പേരിൽ കുടുംബത്തിലെ മറ്റാരെങ്കിലും ഇടപാടുകൾ നടത്തിയോ എന്നാണ് ഇഡി ഇപ്പോൾ അന്വേഷിക്കുന്നത്. വീണയുടെ മൊഴി സത്യമെങ്കിൽ കുടുംബത്തിലെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്യേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അത്തരം സാഹചര്യമുണ്ടായാൽ രാഷ്ട്രീയ രംഗത്ത് വൻ പ്രതിഫലനമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറണമെന്ന് CPM-ലെ പ്രവർത്തകരും അണികളും ഒന്നടക്കം ശബ്ദമുയർത്തും. CMRL എസ്ലാലോജിക് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ ഉടൻ ഇഡിക്ക് ലഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രേഖകൾ ലഭിച്ച ശേഷം കാര്യങ്ങൾ വിശദമായി പഠിച്ച് വിലയിരുത്തും. അതിനുശേഷം വീണയെ ചോദ്യം ചെയ്യും. അത് കഴിഞ്ഞായിരിക്കും ഇഡിയുടെ അടുത്ത നടപടി. CMRL MD ശശീന്ദ്രൻ കർത്തയുടെ ഭാര്യ ജയ, മക്കളായ ശരൺ, ഷിബി എന്നിവരെ കഴിഞ്ഞ ദിവസമാണ് ഇഡി ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്നും റെയ്ഡിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു വീണയെ ബുധനാഴ്ച ചോദ്യം ചെയ്തത്. 172 ചോദ്യങ്ങൾക്കാണ് ഇഡി വീണയോട് ഉത്തരം തേടിയത്. കമ്പനികളുമായി 2017 മുതൽ 2021 2.78 കോടി രൂപയുടെ കൺസൾട്ടൻസി ഫീസ് ഇടപാടുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണ് എന്നാണ് വീണയുടെ മറുപടി. എന്ത് സേവനമാണ് വീണയുടെ കമ്പനി CMRL-ന് നൽകിയതെന്നും മറുപടി പറയാൻ വീണയ്ക്കായില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനായിരുന്നു ഇഡി ഒരു ശ്രമം നടത്തുന്നത്. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ പണമിടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വിശദമായ അല്ലെങ്കിൽ വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സൂചന. വീണയുടെ ഉടമസ്ഥയിലുള്ള അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടുകൾ മുമ്പ് തന്നെ പൂട്ടുകയും അതിലെ വിവരങ്ങൾ മുഴുവൻ ബാങ്കുകൾ തന്നെ ഡാറ്റയിൽ നിന്ന് നീക്കുകയും ചെയ്തതായാണ് വിവരം. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ ഈ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ചത് കേസിൽ വീണയ്ക്ക് കടുത്ത ഒരു നിയമക്കുരുക്കാണ് വരാൻ പോകുന്നത്. വീണയുടെ ലോക്കറിൽ കഴിഞ്ഞ ദിവസം ഇഡി പരിശോധന നടത്തിയിരുന്നു. അതായത് തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിന് സമീപമുള്ള HDFC ബാങ്കിലാണ് ഇഡി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം വീണയെ വിളിച്ചു വരുത്തി ബാങ്ക് ലോക്കർ പരിശോധിച്ചത്. ലഭിച്ച രേഖകൾ ഇഡി ഇപ്പോൾ പരിശോധിക്കുകയാണ്. കേസിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്ത് പിഴവൊന്നും പറ്റാത്ത വിധത്തിൽ പഴുതടച്ച നീക്കങ്ങളാണ് ഇഡി നടത്തുന്നത്. കൊച്ചി സോണൽ ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച എത്തിയ ഇഡി ഡയറക്ടർ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിർദ്ദേശമാണ് നൽകിയത്. വീണ മുഖ്യമന്ത്രി അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ ഈ വിവാദം കത്തി നിന്നപ്പോൾ അതിനൊരു മറുപടി പിണറായി വിജയൻ പറഞ്ഞത്, ഈ വീണ കമ്പനി തുടങ്ങിയത് ഭാര്യയ്ക്ക് കിട്ടിയ പെൻഷൻ തുക വെച്ചിട്ടൊക്കെയാണ് വീണ വിജയൻ ഒരു കമ്പനി തട്ടിക്കൂട്ടിയത് എന്നൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ എസ്ലാലോജിക്കൽ എന്ന് പറയുന്ന ഒരു IT കമ്പനി തട്ടിക്കൂട്ടണമെങ്കിൽ എന്തായാലും അതിന് കോടിക്കണക്കിന് രൂപയുടെ ഒരു ഓഹരി വേണം, അതിൻ്റെ ഒരു ബാക്ക് ബോൺ വേണം. അല്ലാതെ ചെറിയ നക്കാപ്പിച്ച പെൻഷൻ കാശ് വെച്ചിട്ടൊന്നും വീണയുടെ കമ്പനിക്ക് തുടങ്ങാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ 10 വർഷവും IT വകുപ്പ് കൈകാര്യം ചെയ്തത് പിണറായി വിജയനാണ്. മകൾ ഒരു IT കമ്പനിയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ തരത്തിലൊരു സാമ്പത്തികമായ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. ഈ ഖജറാവിൽ നിന്നടക്കമുള്ള വലിയ തോതിൽ പണങ്ങൾ വീണയുടെ കമ്പനിയിലേക്ക് പോയിട്ടുണ്ട്, അതിലൊക്കെ കുറെ കള്ളപ്പണം നടന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു സംശയത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പിണറായി വിജയനെയും കൂടെ വിളിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇനി പിണറായി വിജയനെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി ഒരു നോട്ടീസ് അയക്കുമ്പോൾ അത് CPM-ന്റെ അതായത് AKG സെന്ററിലേക്ക് ഒരു മിസൈൽ വന്ന് വീഴുന്ന തരത്തിലുള്ള ഒരു പ്രകമ്പനമായിരിക്കും ഉണ്ടാകുക. അതായത് കേരളത്തിൽ വലിയ രീതിയിൽ CPM ഒരു സമാധാനം പറയേണ്ടി വരും. അതായത് ഒരർത്ഥത്തിൽ ക്യാപ്സ്യൂളുകൾ ഇറക്കി CPM-ലെ നേതാക്കന്മാർ ഉപ്പാട് വിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.